നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ കണ്ടല്ലോ മുരിങ്ങയില ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ മുരിങ്ങയില പറിച്ചപ്പോൾ ഒരു തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ തോരനൊക്കെ പലരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെ പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത, പിന്നെ നമ്മുടേതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, മാറ്റങ്ങൾ വരുത്തും. അപ്പൊ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കുക. മുരിങ്ങയില തോരനാണ് ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ. ഹെൽത്തിയാണ്, ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയി കണ്ടുവരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് രുചികരം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവാം. മുരിങ്ങയില തോരൻ ഉണ്ടാക്കാൻ വേണ്ടി മുരിങ്ങയിലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങ ഇല മാത്രമായിട്ട് വേർതിരിച്ചെടുത്തതാണ്. അതിൽ തണ്ടൊന്നുമില്ല, ഇളം തണ്ട് പോലും ഇല്ല കേട്ടോ. അപ്പം എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ഞാനിങ്ങനെ മുറിച്ചെടുക്കുകയാണ്, ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി. അപ്പം അതിൻ്റെ പരിപാടികൾ നോക്കട്ടെ. അപ്പം നമ്മുടെ മുരിങ്ങയിലൊക്കെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സംഭവം കൂടി വേണം. അതെന്താന്ന് നോക്കാം. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ വേണം. അതുപോലെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ഒരു കുറച്ച് മുളക് പൊടി വേണം. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, തേങ്ങ, അതുപോലെ പച്ചമുളകില്ല, അതുകൂടി ചേർത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് വെളുത്തുള്ളി ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ച് തന്നെ തിരുമ്മി മിക്സ് ചെയ്യാം. ഇനി ഇതൊരു ചീൻചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിനൊരു ചീൻചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് പൊട്ടി വരുമ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുരിങ്ങയിലയും ബാക്കി കാര്യങ്ങളുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മുരിങ്ങയില വേവാൻ വേണ്ടി പ്രത്യേകിച്ച് കുറേ വെള്ളം ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു വേണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം, നമ്മൾ മിക്സ് ചെയ്ത പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് തെളിച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒന്നുകൂടി സ്പൂൺ വെച്ച് ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അപ്പം ഇത് ഏതാണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഒന്ന് അടുപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ തുറന്ന് വെച്ചിട്ട് ഏതാണ്ട് 1 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പരുവത്തിലായിട്ട് വരും. അപ്പൊ ഇതിപ്പോ ഏതാണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം പണിയൊന്നും ഇല്ല അല്ലെ, എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.